പ്രിയോ ബ്യൂട്ടിഫുൾ എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഇന്ത്യൻ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. വീഡിയോയിലേക്ക് കിടക്കണേക്കാൻ മുന്നേ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുക വെച്ചാൽ എൻ്റെ പേര് റിൻസി, ഞാനൊരു ബ്യൂട്ടി വ്ളോഗറാണ്. ബ്യൂട്ടി റിലേറ്റഡ്, മേക്കപ്പ് റിലേറ്റഡ്, ഫാഷൻ റിലേറ്റഡ്, സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസൊക്കെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പതിവ് പോലെ നമുക്ക് ഇന്ന് സെലക്ട് ചെയ്ത കോമൻറ്റ് കാണാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ പ്രീവിയസ് വീഡിയോ എന്നാണ് ഞാൻ കോമൻറ്റ് സെലക്ട് ചെയ്യുക. ഇന്ന് സെലക്ട് ചെയ്ത കോമൻറ്റ് @nuz9960. Thank you so much for your reviews. Your recommendations for products like face wash, moisturizer and sunscreen have been perfect for my skin, and I always check your videos first when I'm shopping for new products. It means a lot that you always take the time to reply to my comments. It makes following you even more special. Thank you so much. ഞാൻ മാക്സിമം എൻ്റെ കോമൻസിന് ഞാൻ റിപ്ലൈ ചെയ്യാൻ നോക്കാറുണ്ട്, മാക്സിമം ഞാൻ ചെയ്യാറുമുണ്ട് കേട്ടോ. ഇനി നമുക്ക് വലിച്ചു നീട്ടാണ്ട് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഫേസ് മോയ്സ്ചറൈസ് ചെയ്തിട്ട് തുടങ്ങാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡോക്ടർ ഷീറ്റ്സിൻ്റെ കേസർ ആൻഡ് കോജിക് ആസിഡ് മോയ്സ്ചറൈസർ. ഞാനിതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മോയ്സ്ചറൈസർ. ഞാനിപ്പോഴും പണ്ടൊക്കെ ഞാൻ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ, പുറത്തൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ. പക്ഷേ ഞാൻ ഇപ്പോൾ സ്കിപ്പ് ചെയ്യാറേ ഇല്ല. ബിക്കോസ് എൻ്റെ ഡെർമാറ്റ് പറഞ്ഞു നമ്മൾ സെൻസിറ്റീവ് സ്കിൻകാർ മേക്കപ്പ് ഒന്നും നമുക്ക് അങ്ങനെ അധികം സൂട്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ മോയ്സ്ചറൈസർ നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്തിട്ട് മേക്കപ്പ് ഇട്ടാൽ മതി എന്നോട് പറഞ്ഞേ, പിന്നെ ഞാനത് സ്കിപ്പ് ചെയ്യാറില്ല. നെക്സ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റേസിൻ്റെ 9-to-9 ഫൗണ്ടേഷനാണ്. ഇത് ഫൗണ്ടേഷൻ എന്ന് പറയുകയാണെങ്കിലും ഇതിനൊരു നമ്മുടെ ടിൻറ്റഡ് മോയ്സ്ചറൈസറിലെ കുറച്ച് കവറേജുള്ള ടിൻറ്റഡ് മോയ്സ്ചറൈസറിൻ്റെ അതേ ഫീലാണ് ഈ ഒരു പ്രോഡക്റ്റിന്, ഈ ഒരു ഫൗണ്ടേഷന്. ഇത് സ്റ്റേസിൻ്റെ ഒരു ന്യൂ ലോഞ്ചാണ്. കുറച്ച് നാളെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്, പക്ഷേ എൻ്റെ പപ്പയ്ക്ക് ഇടയ്ക്ക് വയ്യാണ്ടൊക്കെ ആയപ്പോൾ ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തില്ല. അതിൻ്റെ ഇടയിൽ എനിക്ക് ഇതിൻ്റെ റിവ്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സോ ദിസ് ഈസ് എ വെരി ലൈറ്റ് വെയ്റ്റ് ഷിയർ കവറേജ് ഉള്ള ഫൗണ്ടേഷനാണ്. പക്ഷേ ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ബട്ട് ഇറ്റ്സ് എ ഗുഡ്, ഒരു ഡെയിലി യൂസിന് പറ്റിയ ഒരു BB ക്രീമിൻ്റെ ഒക്കെ ഒരു കവറേജ് തരുന്ന അത്ര അങ്ങനത്തെ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. നെക്സ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത് ബ്ലഷാണ്, മാർസിൻ്റെ ബ്ലഷാണ്. ഇതും എനിക്ക് PR വന്നതായിരുന്നു, വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ എല്ലാ ഷെയ്ഡ്സും എൻ്റെ കയ്യിലുണ്ട്. അതിലത്തെ ഒരു കോറൽ പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് മാർസ് ബ്ലഷ് ഡോൺ എന്നാണ് കേട്ടോ. സോ ദിസ് ഈസ് എ നൈസ് ലൈറ്റ് വെയ്റ്റ് ക്രീമി ഡീസൻ്റ്ലി പിഗ്മെൻറ്റഡ്, അങ്ങനെ ഒടുക്കത്തെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് നാച്ചുറൽ ഫിനിഷുള്ള ലുക്കാണ് ഇഷ്ടം ചെയ്യും, ദിസ് ബ്ലഷ് ഇസ് റിയലി ഗുഡ്. നെക്സ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ ബാക്കപ്പിൽ കളക്ഷനിലുള്ള സെറി ഐബ്രോ പെൻസിലാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കിട്ടാനേ ഇല്ല. അപ്പോൾ കിട്ടണ സമയത്ത് ഞാൻ ബാക്കപ്പ് വെക്കാറുണ്ട്. അത് കാരണമാണ് എൻ്റെ കയ്യിൽ ഇനിയും 2 ഇരിക്കുന്നുണ്ട്. സോ ഇത് വേഗം തീരും, ഇനി എപ്പോഴാവോ സ്റ്റോക്കിൽ വരുന്നത് എനിക്കറിയില്ല. ബട്ട് ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഐബ്രോ പെൻസിൽസ്, മൈ ഗോ ടു ഇതില്ല വെച്ചെങ്കിൽ മാത്രമാണ് ഞാൻ വേറെ ഈ പൗഡേർഡ് ഐബ്രോസ് ഒക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ബട്ട് അതർവൈസ് ദിസ് ഈസ് മൈ ഗോ ടു, ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു സെറിയുടെ മൈക്രോ ബ്രോ പെൻസിൽ. ഐ ലവ് ഇറ്റ്. നമുക്ക് ഇതിനെ നല്ല തിക്കായിട്ടും യൂസ് ചെയ്യാം. നമുക്ക് ഐബ്രോസ് ഭയങ്കര തിക്നെസ് വേണ്ട വെച്ചെങ്കിൽ അതേപോലെ നമുക്ക് യൂസ് ചെയ്യാം. നല്ലൊരു വേഴ്സറ്റൈൽ ഐബ്രോ പെൻസിലാണ് കേട്ടോ. നെക്സ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റേസിൻ്റെ ഐ ഷാഡോ ആണ്. അതിലത്തെ ഒരു ഷിമ്മറി ഷെയ്ഡ് എടുത്തിട്ട് ബ്രോ ബോൺസിൻ്റെ അവിടെ ഹൈലൈറ്റ് ചെയ്യാണ് കേട്ടോ. ഇതിന് ചെറുതായിട്ടൊരു ഗോൾഡൻ ടിൻറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, സോ 2 ഐബ്രോസിലും 2 ബ്രോ ബോൺസിലും ഞാനത് ഇട്ടിട്ട് നെക്സ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു വാം ബ്രൗൺ ഷെയ്ഡാണ്. ആ സെയിം പാലറ്റിലത്തെ വാം ബ്രൗൺ ഷെയ്ഡ് ഫുൾ ലിഡിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം, ഈവൻലി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സോ വെറുതെ നമുക്കൊരു എന്താ പറയുക, നമ്മളിപ്പോൾ ആ ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഐസിൻ്റെ അവിടെ ഫുൾ ഫ്ലാറ്റ് ലുക്കായില്ലേ, അപ്പോൾ അതിനൊരു കോൺടൂറിങ് കൊണ്ടുവരാണ് നമ്മൾ. നെക്സ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത് ആ സെയിം പാലറ്റിലത്തെ ഒരു ഷിമ്മറി ഷെയ്ഡ്, ഒരു ഷാമ്പീനി കൈൻഡ് ഓഫ് ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ലിഡിൽ മാത്രം കുറേശ്ശെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, ചെറുതായിട്ടൊരു ഗ്ലോയി ലുക്ക് വരാനായിട്ട്. ആ നടുക്കിലത്തെ ഭാഗം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ആ ഒരു കോൺടേർഡ് ലുക്ക് കിട്ടും നമുക്ക്. നെക്സ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡയുടെ, ദിസ് ഈസ് അഗെയിൻ വൺ ഓഫ് മൈ ഫേവറേറ്റ് കാജൽ, ഫേസസ് കാനഡയുടെ അൾടൈം പ്രോ ജെൽ ഇൻറ്റൻസ് ജെൽ കാജൽ. ദിസ് ഈസ് വെരി പിഗ്മെൻറ്റഡ്, വെരി ക്രീമി. ഇത് കുറേ വർഷമായിട്ട് എൻ്റെ ഫേവറേറ്റ് ആണ്. നല്ല ക്രീമി ജെറ്റ് ബ്ലാക്ക്. ദിസ് ഈസ് വൺ ഓഫ് ദ ഡീപ്പസ്റ്റ് കാജൽസ് ഐ ഹവ് എവർ ട്രൈഡ്. സോ ഐ റിയലി ലവ് ദിസ് കാജൽ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സെയിം കാജലാണ് ഞാൻ എൻ്റെ ലോവർ വാട്ടർ ലൈനിലും അപ്ലൈ ചെയ്യുന്നത്. ഇത് ഇത്ര പ്രാവശ്യം നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു തിക്ക് ലുക്ക്
തിക്ക് ലുക്കാണ് ഞാനിന്ന് ചെയ്യുന്നത്, കാരണം ഞാൻ കുറച്ചധികം നേരം സ്വൈപ്പ് ചെയ്തു എന്ന് മാത്രം. 1 സ്വൈപ്പിൽ തന്നെ നല്ല കളർ പേ ഓഫ് കിട്ടുന്ന ഒരു കാജലാണ് കേട്ടോ. പിന്നെ ആ സെയിം പാലറ്റിലത്തെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഒരു സ്മോക്കി, സ്ലൈറ്റായിട്ട് ഒരു സ്മോക്കി എഫക്റ്റ് കൊടുക്കുകയാണ്. അപ്പോഴാണ് ആ കാജലിന് നല്ലൊരു ഫിനിഷിങ് ലുക്ക് അപ്പോഴാണ് വരുള്ളൂ. ഞാൻ എപ്പോഴും ഇത് ചെയ്യാറുണ്ട്. സോ ദിസ് ഈസ് ലൈക്ക് മൈ ഗോ ടു. കാജൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് മൈ ഗോ ടു ലുക്ക്. ലൈക്ക് കുറച്ച് എക്സ്ട്രാ ഡീപ്പ് കാജൽ ലുക്കൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ഞാനിങ്ങനെ ഐ ഷാഡോ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത് ദിസ് ഈസ് അഗെയിൻ വൺ ഓഫ് മൈ ഫേവറേറ്റ് മസ്കാര. നിങ്ങളെപ്പോഴും എന്നോട് അഫോർഡബിൾ മസ്കാരാസ് ചോദിക്കാറുണ്ട്. ബട്ട് ദ ഫാക്ട് ഈസ് എനിക്ക് അഫോർഡബിൾ മസ്കാരാസിൻ്റെ പെർഫോമൻസ് എനിക്ക് അത്ര ഇഷ്ടമല്ല. ലൈക്ക് ബാക്കി എല്ലാ പ്രോഡക്റ്റ് റേഞ്ചസിലും പ്രോഡക്റ്റ് ബ്രാൻഡ്സിലൊക്കെ നമുക്ക് ചീപ്പസ്റ്റ് പ്രോഡക്റ്റ് നല്ല പെർഫോമൻസ് തരുന്ന കുറേ ബ്രാൻഡ്സ് ഉണ്ട്. ബട്ട് മസ്കാരയിൽ മാത്രം എനിക്ക് ചീപ്പസ്റ്റ് മസ്കാര അങ്ങനെ ഭയങ്കര ഹൈ പെർഫോമൻസ് എനിക്ക് തരാറില്ല. അങ്ങനെ തരുന്നുണ്ട് വെച്ചെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. ലാസ്റ്റ് ഇവിടെ ഞാൻ പൗഡർ എടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യാണ് കേട്ടോ. അണ്ടർ ഐസിൻ്റെ അവിടേക്ക് ഒന്ന് സെറ്റ് ചെയ്യാണ്. സ്റ്റേസിൻ്റെ കോമ്പാക്റ്റ് ആണ്. നൗ ദിസ് ഈസ് എ റിയലി ഗുഡ് കോമ്പാക്റ്റ്. നല്ല കോമ്പാക്റ്റ് ആണ്. എനിക്കിത് ഭയങ്കര പേഴ്സണൽ ഫേവററ്റ് ആണ് ഈ കോമ്പാക്റ്റ്. നെക്സ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത് റൂട്ട് കോസ്മെറ്റിക്സിൻ്റെ ഫേസ് പാലറ്റാണ്. വെറുതെ നോസ് ഒന്ന് സിമ്പിളായിട്ടൊന്ന് കോൺടോർ ചെയ്യണമെന്ന് മാത്രം. എൻ്റെ ആ വളവ് ഒന്ന് ചെറുതായിട്ട് സ്ട്രെയിറ്റ് ചെയ്യാൻ നോക്കാം. നെക്സ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത് മാർസിൻ്റെ സിറ്റി പാരഡൈസ് ഫേസ് പാലറ്റാണ്. ബംഗളൂരു എന്നുള്ള വേരിയൻ്റ് ആണ്. അതിലത്തെ ഹൈലൈറ്റിംഗ് ഷെയ്ഡ് എടുത്തിട്ട് ഒരു ഷാമ്പെയിനി കളർ ഷെയ്ഡ് ഉണ്ട്, അതെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നു. ഞാനിതിങ്ങനെ ഭയങ്കര അങ്ങനത്തെ ഒരു വെഡ്ഡിങ് ലുക്കോ വെഡ്ഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കോ എന്നല്ല, ഒരു സിമ്പിളായിട്ടുള്ളൊരു ലുക്ക് ചെയ്യണം. കാരണം ഞാൻ ഒരുപാട് അങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്യുന്നില്ല, ലൈറ്റായിട്ടേ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത് മാർസിൻ്റെ ലിപ്പ് ലൈനർ സ്കാൻഡലസ് ബ്രൗൺ ആണ്. ഇതൊരു റെഡിഷ് ബ്രൗൺ ലിപ്പ് ലൈനറാണ് കേട്ടോ. നല്ലൊരു ലിപ്പ് ലൈനറാണ്, നല്ല ക്രീമിയാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കാം മാർസിൻ്റെ നല്ല ലിപ്സ്റ്റിക് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ആൻഡ് ഐ ലവ് ദിയർ ലിപ്പ് ലൈനേഴ്സ്. എല്ലാ ഷെയ്ഡും അവർക്കുണ്ട്. നെക്സ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഈബ കോസ്മെറ്റിക്സിൻ്റെ അവരുടെ ഐ ലവ് ദിസ് റേഞ്ച്. ഇതൊരിക്കലും നിർത്തല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ഇതിലുണ്ട്. എനിക്കിതിൽ ഓൾറെഡി എൻ്റെ ടോപ്പ് 3 ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു ബ്രൗൺ ലിപ്സ്റ്റിക്കാണ്, പക്ഷേ ആ ലിപ്പ് ലൈനറായിട്ട് മിക്സ് ആവുമ്പോൾ കിട്ടുന്ന കളേഴ്സ് അടിപൊളി ടെറക്കോട്ട ഷെയ്ഡ് കേട്ടോ. ഐ ലവ് ദിസ് ഷെയ്ഡ്. ഈ കോംബോ ഇസ് ലൈക്ക് പെർഫെക്റ്റ്. ഒരു ഗോ ടു ലുക്കിന് പറ്റിയ ഒരു ഷെയ്ഡാണ്. അവസാനം ബിന്ദി എടുത്തൊരു ഫൈനൽ ലുക്ക് കൊടുത്തു. ഒരു സിമ്പിൾ മേക്കപ്പാണ്, അങ്ങനെ കുറേ ഓവറാക്കിയിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാതും വളരെ ലൈറ്റായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്തേക്കണേ. ഇത് ട്രഡീഷണൽ ഡ്രസ്സ് സാരിക്കൊക്കെ ചേരുന്ന ഒരു ലുക്കാണ് കേട്ടോ. പൊട്ടില്ല വെച്ചെങ്കിൽ ചെറുതായിട്ടൊരു മോഡൽ ലുക്കും ഇതിനുണ്ടാവും. നമുക്കിങ്ങനെ സാധാരണ കുർത്ത കുറച്ച് ട്രഡീഷണലായിട്ട് നമുക്ക് ഇടാൻ തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു പൊട്ട് കുത്തിയാൽ അത് പ്രോപ്പർ ട്രഡീഷണൽ ലുക്കായിട്ട് മാറും. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഡീപ്പ് കാജൽ ലുക്സൊക്കെ. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കാജൽ ഇടുകയാണെങ്കിൽ കുറച്ച് ഡീപ്പായിട്ട് ഇടും, അല്ലെങ്കിൽ കാജൽ ഇടില്ല. അങ്ങനെയാണ് ഞാൻ കേട്ടോ. ഐ ലവ് ദിസ് ലിപ്സ്റ്റിക് കോംബോ കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ലവ് യു ഓൾ ആൻഡ് പ്ലീസ് ടേക്ക് കെയർ.